Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ടോട്ടലി അൺറെക്കഗ്നൈസബിൾ. ടോട്ടലി എന്നാൽ പരിപൂർണമായും എന്നുള്ള അർത്ഥമാണ്, മൊത്തത്തിൽ. റെക്കഗ്നൈസബിൾ എന്നാൽ അംഗീകരിക്കാൻ പറ്റുന്ന എന്നുള്ള അർത്ഥമാണ്. അൺറെക്കഗ്നൈസബിൾ എന്നാൽ അംഗീകരിക്കാൻ പറ്റാത്ത എന്നാണ് അർത്ഥം. തീർത്തും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ടോട്ടലി അൺറെക്കഗ്നൈസബിൾ. തീർച്ചയായും പരിപൂർണമായും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പോർട്രേ എന്നാൽ അർത്ഥം ചിത്രീകരിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. ചിത്രീകരിക്കുന്നു, അവനെ ചിത്രീകരിക്കുന്നു ആസ് മെൻ്റലി ഇൽ. മെൻ്റലി ഇൽ എന്നാൽ മാനസിക രോഗം എന്നാണ് അർത്ഥം. അവനെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കുന്നു. തീർത്തും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മണവാളൻസ് ഫാമിലി എഗെയിൻസ്റ്റ് പോലീസ്. യൂട്യൂബറായിട്ടുള്ള മണവാളൻ്റെ കുടുംബം പോലീസിന് എതിരായിട്ട് പറയുന്നു, പോലീസിന് എതിരെ സംസാരിക്കുന്നു. എന്താണ് മണവാളൻ്റെ കുടുംബം പറയുന്നത്? അവനെ പോലീസ് മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കുന്നു. അതൊക്കെ തീർത്തും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞ് പോലീസിനെതിരെ മണവാളൻ്റെ ഫാമിലി പരാതി നൽകി. ഇതാണ് തലക്കെട്ട്. തൃശ്ശൂർ. ദ ഫാമിലി ഓഫ് യൂട്യൂബർ മണവാളൻ. യൂട്യൂബർ മണവാളൻ്റെ കുടുംബം ടേൺഡ് അഗെയിൻസ്റ്റ് പോലീസ്. പോലീസിനെതിരെ പരാതി നൽകി, പോലീസിനെതിരെ തിരിഞ്ഞു. എന്തിനാണ്? ഫോർ ഫോഴ്സ്ഫുള്ളി കട്ടിങ് ദ ഫോർമേഴ്സ് സ്റ്റൈൽഡ് ഹെയർ. ഫോഴ്സ്ഫുള്ളി എന്നാൽ ശക്തമായി എന്നുള്ള അർത്ഥമാണ്, ബലവത്തായി, ബലം പ്രയോഗിച്ച്. ഫോർമർ എന്നാൽ മുൻ സൂചിപ്പിച്ച എന്നുള്ള അർത്ഥമാണ്, മുൻ സൂചിപ്പിച്ച വ്യക്തിയുടെ സ്റ്റൈൽഡ് ഹെയർ. ശൈലീബന്ധമായ മുടി എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ശൈലീബന്ധമായിട്ടുള്ള മുടി പോലീസ് ബലം പ്രയോഗിച്ച് വെട്ടി. ഇതിനെതിരെ യൂട്യൂബറായിട്ടുള്ള മണവാളൻ്റെ കുടുംബം പോലീസിനെതിരെ പരാതി നൽകി, പോലീസിനെതിരെ തിരിഞ്ഞു. മുഹമ്മദ് ഷഹീൻ ഷാ, ഇതാണ് മണവാളൻ്റെ പേര്. അലിയാസ് മണവാളൻ വാസ് അറസ്റ്റഡ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഫോർ അറ്റംപ്റ്റിംഗ് മർഡർ, കൊലപാതക ശ്രമത്തിന്. ഓൺ ദ സ്റ്റുഡൻസ് ഓഫ് കേരള വർമ്മ കോളേജ് തൃശ്ശൂർ. തൃശ്ശൂരിലെ വർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതിന് മണവാളനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്കോർഡിംഗ് ടു ദ ഫാമിലി, കുടുംബം പറയുന്നത് പ്രകാരം, കുടുംബം പറയുന്ന കാര്യങ്ങളാണിതൊക്കെ. ദ പോലീസ് ട്രിംഡ്, പോലീസ് വെട്ടിമാറ്റി ദ യൂട്യൂബേഴ്സ് ലോങ് ഹെയർ, യൂട്യൂബറിൻ്റെ നീളമുള്ള മുടി വെട്ടിമാറ്റി. ആൻഡ് ഈവൻ ഷേവ്ഡ് ദ ബിയേർഡ്. ബിയേർഡ് എന്നാൽ താടി എന്നാണ് അർത്ഥം. ഈവൻ എന്നാൽ പോലും, അദ്ദേഹത്തിൻ്റെ താടി പോലും എന്തായി പോലീസ് വെട്ടിമാറ്റി, അദ്ദേഹത്തിൻ്റെ നീളമുള്ള മുടിയും വെട്ടിമാറ്റി. ഇത് കുടുംബം പറയുന്ന കാര്യമാണ്. അതാണ് അക്കോർഡിംഗ് ടു ദ ഫാമിലി. ദ പേരൻസ് സെഡ് ദാറ്റ്, മാതാപിതാക്കൾ പറഞ്ഞു. ദ പ്രിസൺ അതോറിറ്റീസ്, ജയിൽ അധികാരികൾ. പ്രിസൺ എന്നാൽ ജയിൽ, അതോറിറ്റീസ് എന്നാൽ അധികാരികൾ, ജയിൽ അധികാരികൾ. ബിഹേവ് എന്നാൽ പെരുമാറുക എന്നുള്ള അർത്ഥമാണ്. ബിഹേവ്ഡ് വിത്ത്, പെരുമാറി. എങ്ങനെയാണ് പെരുമാറിയത്? വിൻഡിക്റ്റീവ്നെസ് എന്നാൽ പക വീട്ടൽ എന്നാണ് അർത്ഥം, പ്രതികാരശീലം. ഒരു പ്രതികാരശീലത്തോടെയാണ് ജയിൽ അധികാരികൾ പെരുമാറിയത്, മാതാപിതാക്കൾ പറഞ്ഞു. ആൻഡ് അലേജ്ഡ് ദാറ്റ്, അവർ ആരോപിച്ചു. എ മൂവ് വാസ് ബീങ് മെയ്ഡ്, ഒരു ശ്രമം ഉണ്ടാക്കുകയായിരുന്നു. എന്തിന്? ടു പോർട്രേ ഷഹീൻ ആസ് മെൻ്റലി ഇൽ, അദ്ദേഹത്തെ മാനസിക രോഗിയാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. എന്താണ് പറയുന്നത്? മാതാപിതാക്കൾ, ജയിൽ അധികാരികൾ അദ്ദേഹത്തോട് ഒരു പക വീട്ടുന്ന പോലെയാണ് പെരുമാറിയത്. മണവാളൻസ് ഫാമിലി, മണവാളൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്ന കാര്യങ്ങളാണ്. ഈവൻ ദോസ് സെൻറ്റൻസ്ഡ് ടു റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ആർ എക്സംപ്റ്റഡ് ഫ്രം കട്ടിംഗ് ഹെയർ. റിഗറസ് ഇംപ്രിസൺമെൻറ്റ് എന്നാൽ കഠിനമായ തടവ് എന്നുള്ള അർത്ഥം, കഠിന തടവ്. ഈവൻ ദോസ് സെൻറ്റൻസ്ഡ് ടു റിഗറസ് ഇംപ്രിസൺമെൻറ്റ്, കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവർ പോലും ആർ എക്സംപ്റ്റഡ്. എക്സംപ്റ്റ് എന്നാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ്.
ഫ്രം കട്ടിംഗ് ഹെയർ, മുടി വെട്ടുന്നതിൽ നിന്നും. അതായത് കുടുംബം പറയുന്നത് ഇതാണ്, കഠിന തടവിൽ ശിക്ഷിക്കപ്പെട്ടവർ പോലും ഈ മുടി വെട്ടുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ്. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ചത് കഠിന തടവല്ല. അപ്പോൾ എന്താണ്, കഠിന തടവുള്ളവരെ പോലും എന്താക്കിയിട്ടില്ല, അവരുടെ പോലും മുടി വെട്ടിയിട്ടില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മുടി വെട്ടിയിട്ടുണ്ട്. അതാണ് കുടുംബം പറയുന്നത്. ജസ്റ്റ് 2 hours ആഫ്റ്റർ ഹി വാസ് ബ്രോട്ട് ഇൻ എന്നാൽ അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള അർത്ഥമാണ്. ജസ്റ്റ് 2 hours ആഫ്റ്റർ, അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അതിന് അല്പം 2 മണിക്കൂറിന് ശേഷം, അതായത് 2 മണിക്കൂറേ ആയിട്ടുള്ളൂ. അതിന് ശേഷം ഇൻ പോലീസ് ബ്രോട്ടിൻ, പോലീസ് ശ്രമിച്ചു ടു കട്ട് ഹിസ് ഹെയർ, പോലീസ് അദ്ദേഹത്തിൻ്റെ മുടി വെട്ടാൻ ശ്രമിച്ചു. ബട്ട് ഷഹീൻ റെസിസ്റ്റഡ്, പക്ഷേ ഷഹീൻ പ്രതിരോധിച്ചു. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ദി ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥർ ഫോഴ്സ്ഡ് ഹിം, അവനെ നിർബന്ധിച്ചു, അവനെ ബലം പ്രയോഗിച്ചു. ഫോഴ്സ്ഡ് ഹിം ഡൗൺ ആൻഡ് ട്രിംഡ് ഹിസ് ഹെയർ. അടുത്ത ദിവസം ഉദ്യോഗസ്ഥർ അവൻ്റെ മുടി അവൻ്റെ മുടി ബലം പ്രയോഗിച്ച് വെട്ടിമാറ്റി. അദ്ദേഹം ഉള്ളിലേക്ക് എത്തി. വെറും 2 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പോലീസ് അദ്ദേഹത്തിൻ്റെ മുടി വെട്ടിമാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം എതിർത്തു. വി ഫൗണ്ട് ദാറ്റ്, ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങൾ മനസ്സിലാക്കി. ദ ജയിൽ അതോറിറ്റീസ്, ജയിൽ അധികാരികൾ ഡു നോട്ട് ഹാവ്, ജയിൽ അധികാരികൾക്ക് ഇല്ല. ഡു നോട്ട് ഹാവ് എന്നാൽ ഇല്ല, ജയിൽ അധികാരികൾക്ക് ഇല്ല. സച്ച് അതോറിറ്റി എന്നാൽ ഇവിടെ അധികാരം എന്നുള്ള അർത്ഥമാണ്. അതിനുള്ള അധികാരം ജയിൽ അധികാരികൾക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ടു ചേഞ്ച് പേഴ്സണൽ പ്രിഫറൻസസ് ഓഫ് ഇൻമേറ്റ്സ്, പ്രിഫറൻസ് എന്നാൽ താല്പര്യം എന്നാണ് അർത്ഥം. വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ആരുടെ, ഓഫ് ഇൻമേറ്റ്സ്, ഈ ജയിലിലേക്ക് വരുന്ന അന്തേവാസികളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള അധികാരം ജയിൽ അധികാരികൾക്ക് ഇല്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ കണ്ടെത്തി. എ കംപ്ലൈൻറ്റ് ഹാസ് ബീൻ ലോഡ്ജ്ഡ്, ഒരു പരാതി നൽകിയിട്ടുണ്ട്. വിത്ത് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ദ ഡി ജി പിക്കും ചീഫ് മിനിസ്റ്റർക്കും ഒരു പരാതി നൽകിയിട്ടുണ്ട്. വി ഹേർഡ് അബൌട്ട് ദ ന്യൂസ് ബട്ട് നെവർ ന്യൂ ഇറ്റ് വാസ് ദിസ് ബാഡ്. വി ഹേർഡ്, ഞങ്ങൾ കേട്ടു. എബൌട്ട് ദ ന്യൂസ്, ഈ വാർത്തയെ പറ്റിയിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ഞങ്ങൾ കേട്ടു. ബട്ട് നെവർ ന്യൂ ഇറ്റ് വാസ് ദിസ് ബാഡ്, ഇത് ഇത്രമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഷഹീൻ വാസ് അൺറെക്കഗ്നൈസബിൾ എന്നാൽ തിരിച്ചറിയാൻ പറ്റാത്ത എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു, അത്തരത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുടി താടി ഇതൊക്കെ വെട്ടിയിട്ട് അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു. അതാണ് ഷഹീൻ വാസ് അൺറെക്കഗ്നൈസബിൾ. ഹിസ് ബിയേർഡ് വാസ് ഗോൺ, അദ്ദേഹത്തിൻ്റെ താടി പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹെയർ കട്ട് ഇൻ ഹാഫ്, അദ്ദേഹത്തിൻ്റെ മുടി പകുതി വെട്ടിയിട്ടുണ്ടായിരുന്നു. ഹി ടോൾഡ്, അദ്ദേഹം പറഞ്ഞു, ഷഹീൻ ഷാ പറഞ്ഞു, ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എബൌട്ട് ഹാവിങ് എ ഫിലിം ഷൂട്ട് നെക്സ്റ്റ് മന്ത് ബട്ട് ദേ പെയ്ഡ് നോ ഹീഡ്. പേ നോ ഹീഡ് എന്നാൽ അനുസരിക്കാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് പെയ്ഡ് നോ ഹീഡ്, അനുസരിച്ചില്ല. അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതിനെ പറ്റിയിട്ട്, അടുത്ത മാസം ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞു. എന്നാൽ ഉദ്യോഗസ്ഥർ അനുസരിച്ചില്ല, അതിന് ചെവി കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞത് അംഗീകരിച്ചില്ല. ബട്ട് ദേ പെയ്ഡ് നോ ഹീഡ് എന്നാൽ അവർ അംഗീകരിച്ചില്ല, അദ്ദേഹത്തെ കേട്ടില്ല. ദേ ഈവൻ ത്രട്ടൺഡ്, അവർ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു. ദേ ഈവൻ ത്രട്ടൺഡ് ദാറ്റ്, അവർ ഇതുകൂടെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്താണ്? ഷഹീൻ വുഡ് ബി സെൻറ്റ് ടു എ മെൻ്റൽ അസൈലം ആഫ്റ്റർ ഹിസ് ജയിൽ ടേം എൻഡഡ്. ഷഹീൻ വുഡ് ബി സെൻറ്റ്, ഷഹീനെ അയച്ചേക്കും. ടു എ മെൻ്റൽ അസൈലം, മെൻ്റൽ അസൈലം എന്നാൽ ഭ്രാന്താലയം എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തെ ഭ്രാന്താലയത്തിലേക്ക് അയക്കും. ആഫ്റ്റർ ഹിസ് ജയിൽ ടേം എൻഡഡ്, അദ്ദേഹത്തിൻ്റെ ജയിലിലെ ശിക്ഷയുടെ കാലാവധി, ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഭ്രാന്താലയത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു പോലും ഭീഷണിപ്പെടുത്തി. ആഫ്റ്റർ ഹിസ് ഹെയർ വാസ് ട്രിംഡ്, അദ്ദേഹത്തിൻ്റെ മുടി വെട്ടിമാറ്റിയതിന് ശേഷം. മണവാളൻ വെൻ ബസേക്ക്, ഗോ ബസേക്ക് എന്നതിൻ്റെ പാസ്റ്റാണ് വെൻ ബസേക്ക്.
ഗോ ബസേക്ക് എന്നാൽ ചിത്തഭ്രമത്താൽ അക്രമാസക്തമാകുക എന്നുള്ള അർത്ഥമാണ്. മണവാളൻ വെൻ ബസേക്ക്, മണവാളൻ ചിത്തഭ്രമത്താൽ അക്രമാസക്തമായി ആൻഡ് ക്രിയേറ്റഡ് ട്രബിൾ, അദ്ദേഹം പ്രശ്നം സൃഷ്ടിച്ചു. ഇൻസൈഡ് ജയിൽ, അദ്ദേഹം ജയിലിനകത്ത് പ്രശ്നം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ മുടി വെട്ടിമാറ്റി. അതിനുശേഷം അദ്ദേഹം ചിത്തഭ്രമത്താൽ അക്രമാസക്തനായി. അങ്ങനെ അദ്ദേഹം ജയിലിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഹി വാസ് ദെൻ ടേക്കൺ ടു എ മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ, അതിനുശേഷം അദ്ദേഹത്തെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഓൺ ഏപ്രിൽ 19, 2024, ഏപ്രിൽ 19, 2024 ഷഹീൻ ആൻഡ് ഹിസ് ഗാങ്, ഷഹീനും അദ്ദേഹത്തിൻ്റെ സംഘവും ശ്രമിച്ചു ടു റൺ എ കാർ ഓവർ സ്റ്റുഡൻസ് ഓഫ് കേരള വർമ്മ കോളേജ്, കേരളത്തിലെ വർമ്മ കോളേജിലെ വിദ്യാർത്ഥികളുടെ മേലെ കാർ ഓടിച്ചു കയറ്റാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും ഏപ്രിൽ 19, 2024 ശ്രമിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം അറസ്റ്റിലായത്. ആഫ്റ്റർ ദി ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, ഈ സംഭവത്തിന് ശേഷം ഹി വെൻറ്റ് ഇൻ ടു ഹൈഡിങ്, അദ്ദേഹം ഒളിവിൽ പോയി. എ ലുക്കൗട്ട് നോട്ടീസ് വാസ് ഓൾസോ ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് ഹിം, അദ്ദേഹത്തിന് എതിരായിട്ട് ഒരു ലുക്കൗട്ട് നോട്ടീസ് കൂടെ പ്രസിദ്ധീകരിച്ചു. ഹി വെൻറ്റ് ഇൻ ടു ഹൈഡിങ് എന്നാൽ അദ്ദേഹം ഒളിവിൽ പോയി എന്നാണ് അർത്ഥം. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്, ഇഷ്യൂഡ് എന്നാൽ പ്രസിദ്ധീകരിച്ചു. ഷഹീൻ ഷാ വാസ് അറസ്റ്റഡ്, ഷഹീൻ ഷായെ അറസ്റ്റ് ചെയ്തു ബൈ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് ഫ്രം കൂർഗ്, കൂർഗിൽ നിന്നും ഇദ്ദേഹത്തെ തൃശ്ശൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലുള്ള സ്ഥലമാണിത്. ഓൺ ട്യൂസ്ഡേ നൈറ്റ്, ചൊവ്വാഴ്ച ദിവസം രാത്രിയാണ് അദ്ദേഹത്തെ തൃശ്ശൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈവൻ ബിഫോർ എൻറ്ററിങ് ദ ജയിൽ, ജയിലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പോലും, ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥം, എൻറ്ററിങ് എന്നാൽ പ്രവേശിക്കൽ. ഷഹീൻ ചിത്രമെടുത്തു, ചലച്ചിത്രം, ഫോട്ടോ, വീഡിയോ ഇതൊക്കെ എടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഫിലിം റീൽസ് വൈൽ ബീയിങ് ഹാൻഡ്കഫ് എന്നാൽ വിലങ്ങ് വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തെ വിലങ്ങ് വച്ചുകൊണ്ടിരിക്കുകയാണ്, വിലങ്ങിലാണ് അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹം വീഡിയോ ഷൂട്ട് ചെയ്തു, ജയിലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പോലും. ദ തൃശ്ശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് റിമാൻഡഡ് ഹിം ഫോർ 14 days. തൃശ്ശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.